ഹലോ, വെൽക്കം ബാക്ക്. ചെറുപ്പയർ പരിപ്പും ചവ്വരി ഉണ്ടല്ലോ, സാഗോ റൈസ്, ഞങ്ങളിവിടെ സാബുനരി എന്ന് പറയില്ല കേട്ടോ. അത് വെച്ച് കണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി പായസം കണ്ടാലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ, ഒരു കപ്പ് ചെറുപ്പയർ പരിപ്പ് കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് സാഗോ റൈസ് അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതൊക്കെ നന്നായി വറുത്ത് വന്നതിന് ശേഷം നമ്മളെ ചെറുപ്പയർ പരിപ്പ് വേവിച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. സാബുനരി സാഗോ റൈസ് ഉണ്ടല്ലോ, അത് നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല അടിപൊളി പായസം. അപ്പോൾ ഈ ഇതിനൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കി, ഒരു വെറൈറ്റി ആയിട്ട്. അങ്ങനെ ഇതൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് പാൽ, 1/2 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ഏലക്കപ്പൊടിയും, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായി തിളച്ച് വന്നാൽ നമ്മളെ പായസം ഇവിടെ റെഡിയായി. തിളച്ചൊന്ന് ചെറുതായിട്ട് കുറുകി ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ പായസം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് അങ്ങനെ ചേർത്താലും മതി. അങ്ങനെ നെയ്യിൽ അത് വറുത്ത് കണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പായസമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.